യൂത്തുംബാക്കിൻ്റെ നേരെയുള്ളവനായ യോബ് എന്ന സ്കിറ്റ് ഇവിടെ ആരംഭിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. മോളെ, നീ എന്താ കിടക്കുന്നുണ്ട്? അതെന്താ മോളെ ഉറക്കം വരാത്തെ? നാളെ ചർച്ചിൽ പോകേണ്ടതല്ലേ? അതെ പോകണം, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പ എനിക്കൊരു കഥ പറഞ്ഞു തരാമോ? മോളെ ഇപ്പോഴോ? യെസ്, ഇപ്പോൾ തന്നെ പറഞ്ഞു തരാമോ? മോളെ, നീ യോബിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല അപ്പ, അതാരാ? ഒരിക്കൽ റൂസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്നൊരു വ്യക്തിയുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. ആയതിനാൽ ഇയ്യോബിനെ ദേശത്തിൽ വളരെയധികം അനുഗ്രഹിച്ചു. ആടും കാളയും ഒട്ടകവും കഴുകയും സകല മൃഗസമ്പത്തും ദാസജനവും ഇയ്യോബിന് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു നാൾ സാത്താൻ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ കുടുംബത്തെയും സമ്പത്തിനെയും ഏത് വികാരം നശിപ്പിച്ച് ഇയ്യോബിനെ കൊണ്ട് ദൈവം തള്ളിപ്പറയുവാൻ ശ്രമിച്ചുകൊണ്ട് സാത്താൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കവേ സാത്താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം തൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ തൻ്റെ ദാസന്മാർ ഓരോരുത്തരായിട്ട് ഓടി വന്നു. യജമാനനെ, യജമാനനെ, അങ്ങയുടെ മക്കൾ മരണപ്പെട്ടു. യജമാനനെ, യജമാനനെ, അങ്ങയുടെ കന്നുകാലികൾ, അങ്ങയുടെ മൃഗസമ്പത്ത് സകലതും നഷ്ടമായി. നാം ഇനി എന്ത് ചെയ്യും യജമാനനെ? നാം ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇയ്യോബ് അവൻ്റെ പുത്രന്മാരും സമ്പത്തും എല്ലാം നഷ്ടമായി. ഇവയൊക്കെയും സംഭവിച്ചിട്ടും ഇയ്യോബ് ദൈവത്തെ തള്ളി പറയാതെ ദൈവസന്നിധിയിലിരുന്നു. എന്നാൽ സാത്താൻ പിന്നെയും അവനെ ആക്രമിച്ചു. ഇയ്യോബിൻ്റെ ശരീരം മുഴുവനും വ്രണം കൊണ്ടും കഷ്ടക്കാരും നിറഞ്ഞു. താങ്ങുവാൻ കഴിയാത്തവണ്ണം വേദനയാൽ ഇയ്യോബ് ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കവേ തൻ്റെ ഭാര്യ അവൻ്റെ അരികിലേക്ക് വന്നു. മനുഷ്യ, ഇത്രയൊക്കെ നഷ്ടം സംഭവിച്ചിട്ടും എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നിങ്ങൾ പോയി മരിക്കൂ. നീ എന്തിനായി ദൈവത്തെ മുറുകെ പിടിക്കുന്നേ? എടി, നീ എന്തിനാ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നേ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. എന്തിനാ നീ ഇങ്ങനെ പറയുന്നേ? അങ്ങനെ ഇയ്യോബ് മറുപടി പറഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ അവനെ വിട്ടുപോയി. എന്നാൽ ഇയ്യോബ് ദൈവത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ സാത്താൻ, എടാ ഇയ്യോബേ, ഈ ദൈവത്തെ തള്ളിപ്പറയടാ. നിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ഈ ദൈവത്തെ നീ എന്തിനാ സേവിക്കുന്നത്? എടാ തള്ളിപ്പറയടാ. സാത്താനെ, അവനെ വിട്ടു പോകുക. അവന്റെ പ്രാണനെ തൊടുവാൻ നിനക്ക് അധികാരമില്ല. മകനെ ഇയ്യോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വിടുവിക്കും. നിനക്ക് നഷ്ടമായവയെല്ലാം 7 മടങ്ങായി ഞാൻ നിനക്ക് മടക്കി തരും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കർത്താവേ, എൻ്റെ ദൈവമേ, നീ എത്ര കരുണയുള്ളവൻ, നീ എത്ര കരുണയുള്ളവൻ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ കാണുന്നു. എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. മകളെ, എങ്ങനെയുണ്ട് ഈ കഥ? എനിക്ക് വളരെയധികം ഇഷ്ടമായി. എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചു. ജീവിതത്തിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദൈവത്തെ തള്ളിപ്പറയാതെ നിന്നതുകൊണ്ട് ഇയ്യോബിനോട് ദൈവം ദയ കാണിച്ചു, അല്ലേ അപ്പ? അതേ മോളെ, ഇയ്യോബിനുണ്ടായ ഈ പ്രതികൂലത്തിൽ തൻ്റെ ദൈവത്തിന് ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ച് കേൾവി മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇവർ വ്യക്തമായി ദൈവത്തെ കാണുവാൻ തന്നെ ഇടയായി. അതെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതികൂലങ്ങൾ ഒടുവിൽ ദൈവത്തെ മുഖാമുഖമായി കാണുന്ന തരത്തിൽ ഇടയാകും. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നഷ്ടമായതെല്ലാം നമുക്ക് അനുഗ്രഹമായി 7 മടങ്ങായി നമുക്ക് മടക്കിത്തരും. ഇവിടെ ഈ കേഫർ യൂത്തുംബാക്കിൻ്റെ ഈ സ്റ്റിക്ക് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുക.